ത്രിയേക ദൈവത്തിന് സ്തുതി. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഈ പുരുഷന്മാരോടൊന്നും ചെയ്യരുതേ, എന്തെന്നാൽ അവർ എൻ്റെ വീടിൻ്റെ തണലിൽ വന്നവരാണല്ലോ. ലോത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച ദൈവദൂതന്മാരെ കണ്ട് അവരെ ഭോഗിക്കുവാനായി മുറവിളി കൂട്ടിക്കൊണ്ട് അവരെ വിട്ടുതരണമെന്ന് അലറിക്കൊണ്ട് തൻ്റെ വീടിന് ചുറ്റും വളഞ്ഞ സോദോമിലെ ദുഷ്ടന്മാരായ ജനങ്ങളോട് ലോത്ത് പറയുന്ന മറുപടിയാണ് നമ്മളിവിടെ കേട്ടത്. എൻ്റെ വീടിൻ്റെ തണലിൽ വന്നവരാണ് അവരെ ഒരിക്കലും ഉപദ്രവിക്കരുത്. പകരം ഞാൻ എൻ്റെ 2 കന്യകകളായ പെൺമക്കളെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് അദ്ദേഹം അവരുടെ മുമ്പിലേക്ക് അപേക്ഷിക്കുകയാണ്. തൻ്റെ വീടിൻ്റെ തണലിൽ വന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം നമ്മൾ കണ്ടോ? വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന പാരമ്പര്യം അതാണ്. നമ്മുടെ വീടിൻ്റെ തണലിൽ നിൽക്കുന്നവർ, നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിച്ചവർ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥികളെ, അവരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ബഹുമാനിക്കുവാൻ, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് വേദപുസ്തകത്തിൻ്റെ പാരമ്പര്യമാണ്. അവരെ ഏത് തരത്തിലും സംരക്ഷിക്കുവാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിയണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ വീടിൻ്റെ തണലിൽ കഴിയുന്ന, നമ്മുടെ ഭവനത്തിലേക്ക് അതിഥികളായി വന്നവരോടുള്ള നമ്മുടെ മനോഭാവത്തെ ഒരിക്കൽ കൂടി വിചിന്തനം ചെയ്യുവാനായിട്ട്, അവരെ കുറേ കൂടി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരിപാലിക്കുവാനായിട്ട് ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.